നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ചന്തപ്പുര ജംഗ്ഷൻ യാത്രക്കാർക്ക് ചതിക്കുഴിയാകുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന 200 മീറ്ററോളം ദൂരമുള്ള ചന്തപ്പുര റോഡിൽ 100 കണക്കിന് കുഴികളാണുള്ളത്. കുഴിയിൽ വീഴാതെ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാനാകാത്ത സ്ഥിതിയാണ്. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് പരിക്ക്. അടിച്ചിൽ തൊട്ടി ഊരി നിവാസി 35 വയസ്സുള്ള മുരുകസ്വാമിക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ പോയി തിരികെ ഊരിലേക്ക് വരികയായിരുന്ന മുരുകസ്വാമിക്ക് നേരെ കാട്ടാന പാഞ്ഞടുക്കുകയായിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പുതുതലമുറയെ വായനയുടെ ലോകത്തിലേക്ക് ആകർഷിക്കുന്നതിന് കളിമുറ്റവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെല്ലാം കോർത്തിണക്കി പണിതീർത്ത ചന്ദ്രാപ്പിനി ഗ്രാമത്തിലെ പുസ്തകപുര എന്ന ഗ്രന്ഥശാല ശ്രദ്ധേയമാകുന്നു. ഒരു നാടിനെ മുഴുവൻ അക്ഷരങ്ങളെ ലോകത്ത് ചേർത്ത് പിടിക്കുകയാണ് ടോപ്പിക്കൽ എഡി ഹംപിനോട് ചേർന്ന പുസ്തകപുര. മാള പ്രസ് ക്ലബ് സ്നേഹാദരം 2024 സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സംഗീത സംവിധായക അവാർഡ് ജേതാവ് അനിൽ മാളയെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. മാള സൊക്കുർസ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വിജയോത്സവ് 2K24 ചടങ്ങും നവീകരിച്ച പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച പ്രവേശന കവാടത്തിന്റെ ആശീർവാദ കർമ്മം മാള ഫൊറോന വികാരി ഫാദർ ജോർജ് പാറമേൻ നിർവഹിച്ചു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അക്കാഡമിക് കമ്മിറ്റി ചാലക്കുടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. അഭിഭാഷക വൃത്തിയിൽ വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സുപ്രീം കോടതി അഭിഭാഷകയും കേരള ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡറുമായ അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ ക്ലാസ് നയിച്ചു. ചാലക്കുടി GVHS സ്കൂളിൽ ആണ്ടോളം നീളുന്ന വായനയ്ക്കുള്ള പുരസ്കാര സമർപ്പണം നടന്നു. ചാലക്കുടി നഗരസഭ ചെയർമാൻ എബി ജോർജ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് കുറിപ്പെഴുതിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൽ ശിവൻ സൈക്കിൾ പുരസ്കാരമായി ഏറ്റുവാങ്ങി. ബെന്നി ബെഹനാൻ MP മാളയിൽ പര്യടനം നടത്തി. 2ാം വട്ടം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ നന്ദി സൂചകമായാണ് ബെന്നി ബെഹനാൻ മാളയിൽ വാഹന പര്യടനം നടത്തിയത്. AA അഷ്റഫ്, VA അബ്ദുൽ കരീം, സോയി കോലഞ്ചേരി, വക്കച്ചൻ അമ്പൂക്കൻ, മറ്റു പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മാള വലിയപറമ്പ് മാവേലിക്കഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. കലശപൂജ, കലശാഭിഷേകം, പ്രസാദൂട്ട് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.